السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين وصلى الله وسلم على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയങ്കരായ ഖത്മുൽ ഖുർആൻ ശ്രോതാക്കളെ, അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ 53-ാം അധ്യായം സൂറത്തുൻ നജ്ം അൻ-നജ്ം എന്ന അധ്യായത്തിലാണ് നമ്മളുള്ളത്. മക്കയിൽ അവതരിച്ച 62 വചനങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രധാനമായും 3 വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന പ്രതിപാദിച്ചിട്ടുള്ള അൻ-നജ്ം എന്ന അധ്യായം. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കുഫാറുകളിൽ നിന്ന് ഒരുപാട് പരിഹാസങ്ങൾ കേൾക്കേണ്ടി വരികയായി. പലപ്പോഴായി മുഹമ്മദിന് വഹ്യൊന്നും ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്ന സന്ദർഭത്തിലാണ് ഇങ്ങനെ ഒരു അധ്യായം അവതീർണമാകുന്നത്. മുഹമ്മദ് തന്നെ തഅലീഫ് നടത്തിയതാണ് ഖുർആൻ എന്നൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വഹ്യിന്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ചു ഇതൊന്നും പ്രവാചകൻ ഉണ്ടാക്കി അല്ലെങ്കിൽ കെട്ടിച്ചമച്ച് എഴുതിയുണ്ടാക്കിയവയല്ല എന്നും ഇത് അല്ലാഹുവിൽ നിന്നുള്ള വഹ്യ് തന്നെയാണ് എന്നും വിശദീകരിക്കുക. 3 ഭാഗങ്ങളാണ്. ഒന്നാമത്തത് ഈ വിഷയം തന്നെ, വഹ്യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. 2 സന്ദർഭങ്ങളിലായി പ്രവാചകൻ ജിബ്രീൽ അലൈഹിസ്സലാമയെ കാണുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കും. രണ്ടാമത്തെ ഒരു പാർട്ട് അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇബാദുകളെ സംബന്ധിച്ച് ലാത്ത, ഉസ്സ, മനാത്ത പോലെ അവർ ആരാധ്യ വസ്തുക്കളായി കണ്ടിരുന്നവയെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട വിഷയം സൂചിപ്പിക്കുന്നു. അവയെല്ലാം നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുത്ത ചില നാമങ്ങളല്ലാതെ അതിലൊന്നും ഇല്ല. ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കണം എന്ന വിഷയത്തിലേക്ക് പോകുന്നു. മൂന്നാമതൊരു വിഷയം പറയുന്നത് ദുനിയവിയായ കാര്യങ്ങളിൽ മാത്രം ഒഴുകുകയും പാരത്രികമായ വിഷയങ്ങളെ, പ്രധാന വിഷയങ്ങളെ മറന്നു കളയുകയും ചെയ്ത ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ചും അതിൻ്റെ പരിണിത ഫലത്തെ സംബന്ധിച്ചുമൊക്കെയാണ്. നമുക്ക് വായിച്ചു നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അവന്റെ വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും എല്ലാവിധ തൗഫീഖും നമുക്ക് നൽകുകയും നിലനിർത്തി തരികയും ചെയ്യട്ടെ. ആമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വന്നജ്മി ഇദാ ഹവാ മാ ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى علمه شديد القوى ذو مرة فاستوى وهو بالأفق الأعلى ثم دنا فتدلى فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى ما كذب الفؤاد ما رأى أفتمارونه على ما يرى ولقد رآه نزلة أخرى عند سدرة المنتهى عندها جنة المأوى إذ
يغشى السدرة ما يغشى ما زاغ البصر وما طغى لقد رأى من آيات ربه الكبرى أفرأيتم اللات والعزى ومناة الثالثة الأخرى ألكم الذكر وله الأنثى تلك إذا قسمة ضيزى إن هي إلا أسماء سميتموها أنتم وآباؤكم ما أنزل الله بها من سلطان إن يتبعون إلا الظن وما تهوى الأنفس ولقد جاءهم من ربهم الهدى أم للإنسان ما تمنى فلله الآخرة والأولى وكم من ملك في السماوات لا تغني شفاعتهم شيئا إلا من بعد أن يأذن الله لمن يشاء ويرضى إن الذين لا يؤمنون بالآخرة ليسمون الملائكة تسمية الأنثى وما لهم به من علم إن يتبعون إلا الظن وإن الظن لا يغني من الحق شيئا فأعرض عمن تولى عن ذكرنا ولم يرد إلا الحياة الدنيا ذلك مبلغهم من العلم إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بمن اهتدى ولله ما في السماوات وما في الأرض ليجزي الذين أساءوا بما عملوا ويجزي الذين أحسنوا بالحسنى الذين يجتنبون كبائر الإثم والفواحش إلا اللمم إن ربك واسع المغفرة هو أعلم بكم إذ أنشأكم من الأرض وإذ أنتم أجنة في بطون أمهاتكم فلا تزكوا أنفسكم هو أعلم بمن اتقى أفرأيت الذي تولى وأعطى قليلا وأكدى أعنده علم الغيب فهو يرى أم لم ينبأ بما في صحف موسى
وإبراهيم الذي وفى ألا تزر وازرة وزر أخرى وأن ليس للإنسان إلا ما سعى وأن سعيه سوف يرى ثم يجزاه الجزاء الأوفى وأن إلى ربك المنتهى وأنه هو أضحك وأبكى وأنه هو أمات وأحيا وأنه خلق الزوجين الذكر والأنثى من نطفة إذا تمنى وأن عليه النشأة الأخرى وأنه هو أغنى وأقنى وأنه هو رب الشعرى وأنه أهلك عادا الأولى وثمود فما أبقى وقوم نوح من قبل إنهم كانوا هم أظلم وأطغى والمؤتفكة أهوى فغشاها ما غشا فبأي آلاء ربك تتمارى هذا نذير من النذر الأولى أزفت الآزفة ليس لها من دون الله كاشفة أفمن هذا الحديث تعجبون وتضحكون ولا تبكون وأنتم سامدون فاسجدوا لله واعبدوا അല്ലാഹു അക്ബർ. സഹോദരങ്ങളെ, 62ാമത്തെ വചനത്തിൽ നിങ്ങൾ ഒരു അലാമത്ത് കാണുന്നുണ്ട്, ഒരു അടയാളം കാണുന്നുണ്ട്. ഫസ്ജുദു ലില്ലാഹി വഅബ്ദു. ആകയാൽ നിങ്ങൾ അല്ലാഹുവിന് സാഷ്ടാംഗം ചെയ്യുവിൻ, അവന് മാത്രം ഇബാദത്തുകൾ സമർപ്പിക്കുവിൻ. അല്ലാഹുവിന്റെ മുമ്പിൽ മാത്രം സുജൂദ് ചെയ്തുകൊണ്ട് നമസ്കരിക്കുവിൻ. നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞത് വഹയിലെ പ്രാധാന്യമാണ്. വന്നജ്മി ഇദാ ഹവാ. സൂര്യചന്ദ്ര നക്ഷത്രാദികൾ വെച്ച് സത്യം ചെയ്ത് വിശുദ്ധ ഖുർആൻ ഒരുപാട് ഇടങ്ങളിൽ പ്രതിപാദിച്ചത് പല വിഷയങ്ങളെ കുറിച്ച് നമുക്ക് കാണാം. നക്ഷത്രം തന്നെയാണ് സത്യം. വന്നജ്മി ഇദാ ഹവാ. എന്നിട്ട് റസൂലുള്ളാഹിയെ കുറിച്ച് അവർ പരിഹസിച്ച കാര്യങ്ങൾക്ക് മറുപടി, മാ ضل صاحبكم وما غوى. നിങ്ങളുടെ സുഹൃത്ത് വഴിപിഴച്ചിട്ടില്ല. പിന്നീട് അങ്ങനെ വിശദീകരിക്കുന്നുണ്ട്, കണ്ടതിനെ സംബന്ധിച്ച് പറഞ്ഞത് വ്യാജമല്ല, കണ്ണിന് യാതൊരു പ്രയാസവും വന്നിട്ടില്ല, സംശയമുണ്ടായിട്ടില്ല. പ്രവാചകൻ ജിബ്രീലിനെ 2 പ്രാവശ്യം നേർക്കുനേർ യഥാർത്ഥ രൂപത്തിൽ കണ്ടിട്ടുണ്ട് എന്നാണ്. അല്ലാഹു അക്ബർ. പ്രവാചകന് വഹ്യ് നൽകപ്പെട്ടതിനെ സംബന്ധിച്ച് ആദ്യ ഭാഗത്ത് പറയുന്നത് തന്നെ ജിബ്രീലിനെ സംബന്ധിച്ച് പ്രതിപാദിച്ചുകൊണ്ടാണ്. ശദീദുൽ ഖുവ ദൂ മിർറ. എന്നിട്ട് ഫസ്തവ, നഭോമണ്ഡലത്തിൽ ആകാശമണ്ഡലത്തിൽ വന്നിറങ്ങി. എന്നിട്ട് വീണ്ടും പറയുന്നത് താഴേക്ക് ഇറങ്ങി വന്നു. സുമ്മ ദനാ ഫതദല്ല എന്നതാണ്. വളരെ അടുത്തു താഴെ ഇറങ്ങി.
فكان قاب قوسين أو أدنى. എന്നിട്ട് വില്ലിന്റെ രണ്ടറ്റം എത്രത്തോളം അടുത്തോ അതുപോലെ, അല്ല ഔ അദ്ന, അതിനേക്കാളും അടുത്താണ്. അങ്ങനെ വാചകത്തിന്റെ മുന്നിൽ ഇരുന്നിട്ട് കേൾപ്പിക്കുകയാണ്. വായനയെ സംബന്ധിച്ച് പറയുകയാണ്, അറിവിനെ സംബന്ധിച്ച് പറയുകയാണ്. അറിവിലൂടെ പ്രപഞ്ചാധിപനായ അതേപോലെ തന്നെ റബ്ബായ ഏക ഇലാഹിനെ കണ്ടെത്തണമെന്നതിനെ കുറിച്ച് പ്രതിപാദിക്കാം. അങ്ങനെയാണ്. പിന്നീട് സിദ്റത്തുൽ മുൻതഹായുടെ അടുത്ത് വെച്ച് മറ്റൊരു സന്ദർഭത്തിലും ജിബ്രീലിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ജന്നത്തുൽ മഅവയുടെ അടുത്താണ്, അങ്ങേയറ്റത്തെ സിദ്റ, അവിടെ വെച്ചും കണ്ടിട്ടുണ്ട്. ആ വൃക്ഷത്തിനെ അതിനെ സംബന്ധിച്ച് പറയുന്നത് മലകളാൽ ഇങ്ങനെ ആവരണം ചെയ്യപ്പെടുന്ന ആ സന്ദർഭത്തിൽ അവിടെ വെച്ചും ജിബ്രീലിനെ കണ്ടിട്ടുണ്ട്. കണ്ണിനെന്തെങ്കിലും തോന്നിയതൊന്നുമല്ല, വ്യതിചരിച്ചതൊന്നുമല്ല, കളവൊന്നുമല്ല, യാഥാർത്ഥ്യം തന്നെയാണ്. റബ്ബിന്റെ വലിയ അനുഗ്രഹങ്ങൾ, അടയാളങ്ങൾ, അലാമാത്തുകൾ, വേറെയും ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നീട് രണ്ടാമത്തെ വിഷയത്തിലേക്ക് കടന്നു. ലാത്തയും ഉസ്സയും, പിന്നെ നിങ്ങളാ പറയുന്ന മൂന്നാമത്തെ മനാത്തയും, നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? നിങ്ങൾക്ക് ആൺകുട്ടികളെയും അള്ളാഹുവിന് പെൺകുട്ടിയെയും വെച്ചു കൊടുക്കുകയോ? എത്ര നീചമായ വീതം വെക്കലാണത്! അള്ളാഹുവിന് മക്കളെ വീതം വെക്കുക എന്നത്, പെൺമക്കളെ എന്നത് മാത്രമല്ല, അള്ളാഹുവിന് സന്താനങ്ങളെ വെച്ചിട്ട് വീതം വെക്കുക എന്നത് എത്രമാത്രം നീചമാണ്. അങ്ങേയറ്റം മോശമായ ഒരു വീതം വെക്കൽ തന്നെയാണ്. ഒരിക്കലും പാടില്ല. അള്ളാഹുവിന് സന്താനങ്ങളില്ല. അള്ളാഹു അവ്വലാണ്, ആഖിറാണ്. അള്ളാഹു അഹദാണ്, സമദാണ്. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇതെല്ലാം നിങ്ങളിട്ട പേരുകൾ മാത്രം. ഇൻഹിയ ഇല്ലാ അസ്മാഉൻ സമ്മൈതുമുഹാ അൻതും വആബാഉകും മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ. ഇതിൽ അങ്ങനെ യാതൊരു പ്രമാണവും അള്ളാഹുവിന് മക്കളുണ്ടെന്നോ അള്ളാഹുവിന് സന്താനങ്ങളാകാമെന്നോ അള്ളാഹുവിന് ഇണയുണ്ടെന്നോ ഒന്നും ഒരു പ്രമാണവുമില്ലാതെ നിങ്ങൾ എന്ത് പറയുന്നു? ഊഹമാണ്. സ്വന്തം തോന്നിയത് എന്തും പറയാനുള്ള അവസ്ഥയിലായി. ഒരു കാര്യം ഓർക്കണം, പിടിക്കപ്പെടും എന്നതാണ്. ഇവിടെയും അവിടെയും ഒക്കെ അള്ളാഹുവിൻ്റെതാണോ എന്ന്. ആകാശത്തുള്ള എത്ര മലക്കുകൾ കൂടിയാലും അവരുടെയും ശുപാർശയും സ്വീകരിക്കപ്പെടാത്ത ആളിനെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. പിന്നീട് അവസാനമായി വീണ്ടും ദുനിയവിയായ കാര്യങ്ങളിൽ മാത്രം ഒഴുകുന്ന ആളുകളെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ വായിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അഫറഅയ്തല്ലദീ തവല്ല, പിന്തിരിഞ്ഞു കളയുന്ന ആളുകൾ. അല്പമൊക്കെ അവർ ചെയ്യും, നൽകും, പിന്നെ അവർ നിർത്തിക്കളയും. ദാനധർമ്മങ്ങളാകട്ടെ, ആരാധനാ കർമ്മങ്ങൾ ഏതുമാവട്ടെ, കുറച്ചൊക്കെ ചെയ്യും, പിന്നെ അവർ നിർത്തിക്കളയും. ഏതെങ്കിലും ഒരു കാലയളവിൽ മാത്രം, റമദാനിൽ മാത്രം സജീവമാണ്, പിന്നെ ഉണ്ടാവില്ല. ഏതെങ്കിലും ചില ദിവസങ്ങളിൽ മാത്രം സജീവമാണ്, പിന്നെ നിർജീവമാകും. അല്ലെങ്കിൽ ഒരു കാലത്ത് ഉണ്ടായിരുന്നു, പിന്നീട് ആ മാർഗത്തിലില്ലാതെ അതിൽ നിന്ന് മാർഗം മാറിപ്പോകുന്ന ആളുകൾ, കുഫറിലേക്ക് വ്യതിചലിച്ചു പോകുന്ന ആളുകൾ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. വിശുദ്ധ ഖുർആനോട് പറയാ, അം ലം യുനബ്ബ ബിമാ ഫീ സുഹഫി മൂസ വ ഇബ്രാഹിം അല്ലദീ വഫ. ഇബ്രാഹിം നബിയുടെയും മൂസ അലൈഹിസ്സലാമിന്റെയും ഒക്കെ
മാർഗം, അവർക്കൊക്കെ നൽകപ്പെട്ട ഏടുകളിലെ സന്ദേശങ്ങൾ നിങ്ങൾ മറന്നോ? നിങ്ങൾക്ക് കിട്ടിയില്ലേ? അല്ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ, അവനവൻ ചെയ്തത് വഅല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഭാഗങ്ങൾ ഞാൻ ചുരുക്കി പറയാം. ഒരാൾക്കും മറ്റൊരാളുടെ പാപഭാരം ഏൽക്കാൻ കഴിയില്ല, അതല്ലെങ്കിൽ മറ്റൊരാളും ഒരാളുടെയും പാപഭാരം ഏറ്റെടുക്കുകയില്ല. അവനവന്റെ കാര്യം നഫ്സി നഫ്സി എന്ന തലത്തിലേക്ക് നമ്മൾ എത്താൻ പോകുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. സഹോദരങ്ങളെ, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതിലൂടെ പരലോകത്ത് ഉന്നതമായ വിജയം നേടാൻ സാധിക്കണം. വഅന്ന ഇലാ റബ്ബിക്കൽ മുൻതഹ, റബ്ബിലേക്കാണ് മടക്കപ്പെടുന്നതെന്ന് അവിടെ വിശദീകരിക്കപ്പെടുന്നത് അധ്യാപനങ്ങളിലുണ്ട്, വേദവാക്യങ്ങളിലുണ്ട്. വഅന്നഹു ഹുവ അദ്ഹക വഅബ്ക, ജീവിതത്തിലെ സന്തോഷവും സങ്കടങ്ങളും ഒക്കെ വരുന്നത് അല്ലാഹുവിൽ നിന്നാണ് എന്ന് അവിടെയുണ്ട്. മരിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും അല്ലാഹുവാണ്. ആണും പെണ്ണുമെന്ന നിലയിൽ ഇണതുണകളായി മനുഷ്യരെ എല്ലാറ്റിനെയും സൃഷ്ടിച്ചു എന്നത് ആ ദൃഷ്ടാന്തത്തെ കുറിച്ച് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നീട് ഒരു നശ്അത്ത് ഉണ്ട് എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ആദ് സമൂഹത്തെയും അതേപോലെ തന്നെ നൂഹ് നബിയുടെ സമൂഹത്തെയും സമൂഹ ഗോത്രത്തെയും ഒക്കെ നശിപ്പിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. സഹോദരങ്ങളെ, സമയം പരിമിതമായതുകൊണ്ട് ഇവിടെ സൂചനയും ഓർമ്മപ്പെടുത്തലും സഹായവും മാത്രം എന്ന നിലയിൽ ഇത്രയും കാര്യങ്ങൾ അവസാനിപ്പിക്കുകയാണ്. വഅന്നഹു അഹ്ലക ആദൻ അൽ ഊല എന്ന് 50-ാമത്തെ വചനം പ്രത്യേകമായി തജ്വീദ് പഠനത്തിൽ നോക്കുക. വഅന്നഹു അഹ്ലക ആദൻ അൽ ഊല, ആദൻ പ്ലസ് അൽ ഊല കൂട്ടി വായിക്കുമ്പോൾ വസ്ൽ ചെയ്ത് വായിക്കുമ്പോൾ ആദൻ എന്ന് കേൾക്കുന്ന നൂനിന്റെ സുക്കൂൻ ഒഴിവാക്കുക. തൻവീനിൽ വരുന്ന നൂനിന്റെ സുക്കൂൻ ആദൻ, ഒരു നൂന് സുക്കൂനുള്ള നൂനുകളാണ്. ആദൻ കേൾക്കുമ്പോൾ ആ നൂനിന് കസ്ർ കൊടുക്കുക. ആദനിൽ ഊല എന്ന് വായിക്കും. പലർക്കും ശരിയറിയാതെ തെറ്റു വായിക്കേണ്ട ഗതികളുണ്ട്. വഅന്നഹു അഹ്ലക ആദനിൽ ഊല എന്ന് വായിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പഠനം ഏറ്റവും നല്ല ഇബാദത്തായി, പ്രതിഫലാർഹമായ ഇബാദത്തായി, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല നിലയിലും ആക്രമിക്കപ്പെടുന്ന പ്രയാസങ്ങളിൽ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ, അവർക്കെല്ലാം സമാധാനവും രക്ഷയും മാരകമായ രോഗത്വത്വം, അപകട മരണത്വം, അപകടങ്ങളത്വം, തിന്മയത്വം ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് പ്രഖ്യാപിച്ച് മരണപ്പെട്ടിരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. മരണപ്പെട്ടവർക്ക് ബർസഖിയായ ജീവിതത്തിൽ പരലോകത്തെ സ്വർഗ്ഗം കാണാൻ അവർ ഭാഗ്യം നൽകി പാപങ്ങളെല്ലാം പുറത്തു നാമാക്കി കൊടുക്കണം. അവരെയും സ്വർഗ്ഗത്തിലെ അതിഥികളായി സ്വീകരിക്കണമേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദ് വ ആലിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് വീണ്ടും സൂറത്തുൽ ഖമറിൽ അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.